റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തവനൂരിൽ കെ.ടി. ജലീൽ ഇക്കുറി മത്സരിക്കില്ല. LDF സ്ഥാനാർത്ഥിയായി VP സാനു മത്സരത്തിനിറങ്ങും. തവനൂരിൽ VP സാനു മതിയെന്നാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റിലെ തീരുമാനം. തവനൂരിലും പൊന്നാനിയിലും കെ.ടി. ജലീലിനെ പരിഗണിച്ചിട്ടില്ല. PT അജയ് മോഹനെയും AM രോഹിത്തിനെയുമാണ് UDF തവനൂരിൽ പരിഗണിക്കുന്നത്. സോണൽ കൃഷയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സോണൽ കൃഷ, ഇപ്പോൾ ലഭ്യമായ വിവരമനുസരിച്ച് LDFന്റെ സ്ഥാനാർത്ഥിയായി ഇക്കുറി തവനൂരിൽ കെ.ടി. ജലീലില്ല. പൊന്നാനിയിലും കെ.ടി. ജലീലിനെ പരിഗണിക്കുന്നില്ല. പൊന്നാനിയിൽ സ്വരാജിനെയാണ് ഇപ്പോൾ പരിഗണിക്കുന്നതെന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം. കെ.ടി. ജലീൽ തവനൂരിൽ മത്സരിക്കുന്നതിൽ പെരിന്തൽമണ്ണയിൽ മത്സരിക്കാനുള്ള സാധ്യത അതിപ്പോൾ നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല. ഒരു കാര്യം ഉറപ്പിക്കാം, തവനൂരിൽ ഇക്കുറി കെ.ടി. ജലീലില്ല. അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും പ്രധാനമായി പറയേണ്ടത് കഴിഞ്ഞ ദിവസത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ പറഞ്ഞിട്ടുള്ളത് തവനൂരും പൊന്നാനിയിലും, അത് തവനൂരാണെങ്കിൽ VP സാനു, പൊന്നാനിയാണെങ്കിൽ M സ്വരാജ് എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തിയിട്ടുള്ളത്. ഈ രണ്ട് മണ്ഡലങ്ങളുമാണ് കെ.ടി. ജലീലിൻ്റെ പേരുകൾ ഉയർന്ന് കേട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ രണ്ട് മണ്ഡലത്തിലേക്കും കെ.ടി. ജലീലിനെ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പക്ഷേ പെരിന്തൽമണ്ണ മണ്ഡലത്തിലേക്ക് കെ.ടി. ജലീലിനെ പരീക്ഷിക്കാനുള്ള ഒരു സാധ്യത കൂടി തള്ളിക്കളയാതെ പറയാൻ വയ്യ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പൊന്നാനിയിലെയും തവനൂരിലെയും ചിത്രങ്ങൾ തെളിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടി വരും. തവനൂരിനെ സംബന്ധിച്ച് പ്രധാനമായി UDF മുന്നോട്ട് വയ്ക്കുന്നത് അജയ് മോഹനെയും രോഹിത്തിനെയുമാണ്. അവിടേക്കാണ് VP സാനുവിനെ കൊണ്ടുചെന്നിറക്കുന്നത്. അതായത് യുവാക്കളെ ഇറക്കിക്കൊണ്ട് കൃത്യമായി കളം പിടിക്കുക, പ്രധാനപ്പെട്ട തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ പ്രവർത്തകരെ ആദ്യഘട്ടത്തിൽ തന്നെ കൂടെ നിർത്തുക, അതിനുശേഷം കൃത്യമായി മുന്നോട്ട് പോവുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് LDF സ്വീകരിക്കുന്നത്. പൊന്നാനിയും തവനൂരും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ CPM-നകത്ത് വലിയ വിഭാഗീയത ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരം സംഭവങ്ങൾ നിരന്തരം ഉണ്ടാകുന്ന സംഘർഷങ്ങൾ ഉൾപ്പെടെ ഈ രണ്ട് ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. പക്ഷേ അത് പാടെ തള്ളിക്കൊണ്ട് കൃത്യമായൊരു തീരുമാനത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. തവനൂരിനെ സംബന്ധിച്ച് മത്സര ചിത്രം തെളിഞ്ഞിരിക്കുന്നു. ഒരു പക്ഷേ അജയ് മോഹന് തന്നെയാണ് പ്രധാനമായി UDF-ന്റെ ഒരു സാധ്യത വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ VP സാനു, അജയ് മോഹൻ മത്സരമായിരിക്കും തവനൂരിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഒരു പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്, വലിയ മുന്നേറ്റം UDF-ന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു മണ്ഡലമാണ് തവനൂര്. ഒരു പക്ഷേ ആ മുന്നേറ്റം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം UDF-നെ സംബന്ധിച്ചുണ്ട്. പക്ഷേ VP സാനുവിനെ കളത്തിലിറക്കുന്നതോടുകൂടി കൃത്യമായ ടാറ്റിക്സോട് കൂടി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും, മണ്ഡലം ഇടതുപക്ഷത്തിനോടൊപ്പം ചേർത്ത് നിർത്താൻ കഴിയും എന്നുള്ളതാണ് പ്രധാനമായി പറയുന്നത്. എന്തായാലും LDF സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്ന, അല്ലെങ്കിൽ LDF മുന്നോട്ട് വയ്ക്കുന്നത് സ്വതന്ത്രരെ, UDF ശക്തി കേന്ദ്രങ്ങളിൽ സ്വതന്ത്രരെ ഇറക്കിക്കൊണ്ട് ഭൂരിപക്ഷം അല്ലെങ്കിൽ മാക്സിമം വോട്ടുകൾ കൈപ്പറ്റുക എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ ഒരു ലക്ഷ്യം അത് LDF-ന്റെ ഭാഗത്ത് നിന്ന് ചർച്ചയായിട്ടുണ്ട്. അതിനുള്ള നീക്കങ്ങളിലേക്കുമാണ് LDF കടക്കുന്നത്. ഡോക്ടർ അരുൺകുമാർ. താങ്ക് യു. സോണൽ കൃഷയാണ് വിവരങ്ങൾ നൽകിയത്. തവനൂരിൽ ഇക്കുറി കെ.ടി. ജലീൽ മത്സരരംഗത്തുണ്ടാവില്ല.